മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. AR ക്യാമ്പിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, എങ്ങനെയാണ് AR ക്യാമ്പിലെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ? പ്രാഥമികമായി രാഹുലിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഹുൽ നൽകിയ മൊഴി ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, താൻ ആരെയും ആക്രമിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണ സംഘമാകട്ടെ അതീവ ഗൗരവത്തോടെയാണ് ഈ മൂന്നാമത്തെ പരാതി നോക്കിക്കാണുന്നത്. അതിന്റെ അങ്ങേയറ്റം ഗൗരവ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് രഹസ്യമായി സൂക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്തത് പത്തനംതിട്ടയിലാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി, ഈ കേസിൽ ഏറ്റവും നിർണായകമായ മാറാൻ പോകുന്നത് രഹസ്യമൊഴിയാണ്. ആ പെൺകുട്ടി ഇന്ന് രാത്രിയോടുകൂടി പത്തനംതിട്ടയിലേക്ക് എത്തും. അതിനുശേഷം നാളെയോടുകൂടിയായിരിക്കും അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് മേധാവി പ്രാഥമിക വിവരങ്ങൾ അന്വേഷിച്ച ശേഷമാണ് മറ്റ് നടപടിയിലേക്ക്, ഇപ്പോൾ അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് കടന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ശാസ്ത്രീയ തെളിവുകളാണ്. യുവതി നൽകിയിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ, അതായത് ഈ ഭ്രൂണഹത്യ നടത്തിയതിന്റെ രേഖകൾ നൽകിയിട്ടുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഈ യുവതി രാഹുലിന് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, ഐഫോൺ അടക്കമുള്ള വസ്തുക്കൾ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈമാറിയിട്ടുണ്ട്. ഫ്ളാറ്റ് വാങ്ങാൻ രാഹുൽ ഈ യുവതിയോട് പണം ആവശ്യപ്പെട്ടു, അതിന്റെ രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ യുവതിക്ക് തന്നെ വളരെ കൃത്യമായി മനസ്സിലായി രാഹുൽ തന്നെ ചതിക്കുകയാണ് എന്ന്. രാഹുൽ മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ തന്നെയും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച് കളയാനുള്ള ശ്രമമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ തെളിവുകളൊക്കെ സൂക്ഷിക്കാനുള്ള നടപടിയിലേക്ക്, അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തിയതും. പിന്നീട് അതൊരു പരാതിയായി, ലൈംഗിക ബലാത്സംഗ പരാതിയായി അന്വേഷണ സംഘത്തിന് നൽകാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. അത് കേവലം ഒരു പരാതി മാത്രമല്ല, ആ പരാതിക്ക് ബലം നൽകുന്ന, ആ FIRന് കരുത്ത് നൽകുന്ന പരമാവധി തെളിവുകൾ, ഒരു ആദ്യഘട്ടത്തിൽ ഒരു ചാർജ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന പരമാവധി തെളിവുകൾ അവർ നൽകിയിട്ടുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ച തെളിവുകളാണ് അതിൽ പ്രധാനപ്പെട്ട തെളിവുകൾ. ഈ ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ അതിന്റെ തെളിവുകൾ, ഒപ്പം ഇരുവരും തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, മൊബൈൽ ചാറ്റിന്റെ രേഖകൾ, ഈ പണമിടപാട്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെയാണ്. അതുകൊണ്ട് ആദ്യ രണ്ട് കേസുകൾ പോലെയല്ല, ആദ്യ കേസുകളിൽ, രണ്ട് കേസുകളിലും തെളിവിന്റെ അഭാവം SITയെ നന്നായി ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ രാഹുലിന് ജാമ്യം ലഭിക്കാൻ സാഹചര്യമുണ്ടായത്. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ നിലവിൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ രാഹുലിന് ജാമ്യം ലഭ്യമാകുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായി നമ്മൾ ഈ ഘട്ടത്തിൽ നിയമവിദഗ്ധരുമായൊക്കെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം അത്രയധികം തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം ഇതിന്റെ കാലയളവും ഏറെ പ്രധാനമാണ്. വളരെ റീസെൻ്റായി നടന്നതാണ്. മറ്റ് ഈ ബലാത്സംഗ പരാതികളൊക്കെ അത് കുറച്ച് കാലതാമസം നേരിട്ട ഒരു സംഭവമാണ്. കോടതിയിൽ നിന്നടക്കം അത്തരം പരാമർശങ്ങളൊക്കെ ഈ രാഹുലിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ പരാതിക്കാർക്കെതിരെ ഉണ്ടായി. എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്ന ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. വളരെ കൃത്യമായി തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.